ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. അറിയുക ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. ഇതാരാലും ഇല്ലാതാക്കാൻ കഴിയില്ല. ആ പൂതിയും വിചാരിക്കണ്ട, വിചാരിച്ചവരൊക്കെ പോയിക്കും. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിന്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. മുജാഹിദ് പൊളിഞ്ഞു പോയത് വെറുതെ പോയതല്ല, നമ്മളൊന്നും അധ്വാനിച്ചിട്ടല്ല. നമ്മുടെ മുൻഗാമികളുടെ അധ്വാനത്തിന്റെ ഫല ഇന്നും ഇയാളുടെ ഉറപ്പിച്ചു നിർത്തുന്നത്. ബിദഅത്തുമായി ഒരു കോംപ്രമൈസും അവർ തയ്യാറായിട്ടില്ല, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. അവരുമായി വേദി പങ്കിടാൻ പറ്റുമോ അനിവാര്യ ഘട്ടത്തിൽ എന്ന ഒരൊറ്റ വിഷയത്തിന്റെ പേരാണ് 985 നടന്ന സംഭവത്തിന്റെ പേരിലാണ് സമസ്തയിൽ നിന്ന് പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗം ഇറങ്ങിപ്പോയത്. ഒറ്റ പ്രശ്നം, രാജ്യത്തെ മുസ്ലിമീങ്ങൾ മൊത്തം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വിദാത്തുകാരുമായി സഹകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഒരു വിഭാഗം ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതല്ലാതെ ഈ തോന്നുന്നത് പോലെ മുജാഹിദ് ജമാഅത്തുമായുള്ള ഈ ബാന്ധവം, അവരുമായുള്ള ഈ കൂട്ടുകെട്ട് അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിലൊന്നുമില്ല. ഇസ്ലാമിൽ ഹക്ക് പൊഴിക്കും മുന്തിയ താരക പൂക്കളിതാ മുമ്പർ മുസ്തഫ മുന്നിൽ നയിച്ചിത മുഅല്ലിമീങ്ങളെ സംഗമിതാ അത്തർ ഗന്ധമിൽ അറിവ് ചുരത്തണ അതവ് നിറഞ്ഞൊരു കൂട്ടരിതാ അന്ധത നീക്കിയ അമ്പിയ രാജാവിന്റെ പരമ്പരയായവർ. പിണറായി വിജയൻ ഇമാമും കാന്തപുരമാവും. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്. മൗലാനാ മൗലൽ ആലം സുൽത്താനുൽ ഉലമാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ശൈത്താനുൽ ഉലമാ എന്നാണ് പറഞ്ഞടാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ശൈത്താനുൽ ഉലമാ എന്നാണ് പറഞ്ഞടാ. ശുംഭന്മാർ, എംഭോക്കികൾ, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? പണ്ഡിതന്മാരെയും മുതഅല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാൽ പിടിച്ചു മേകിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത്. ദജ്ജാലിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ നിലയിലാണ് കേൾക്കുന്നത്. അയാൾക്കുള്ള അനുയായികൾക്ക് ഉളുപ്പ് എണ്ണ 3 അക്ഷരം ഉണ്ടെങ്കിൽ അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ, അയാളെ പുല്ലുവിലക്ക് പുറത്തു നിർത്തിക്കോളൂ. നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട്, മഹാനായ സമസ്ത സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞു കുറിച്ച് പുറത്തെറിഞ്ഞോളൂ. അവർക്ക് വഖഫ് ബോർഡ് പോയിട്ട് ഒരു മഹല്ലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട. പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാന്തപുരത്തെ ദീനിന്റെ ചുണക്കുട്ടികൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരൊരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക. ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്റെ മുടി കാരന്തൂരിൽ വർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. മറ്റേ ചങ്ങാതിനെ വേണ്ട കേട്ടോ, ഉള്ളാളത്തണം, അതിനെ വേണ്ട. ശംസുൽ ഉലമയെ തള്ളിപ്പറഞ്ഞ ആളാണ്, അയാളെ വേണ്ട. സ്ഥാനാർത്ഥിനെ 2 സ്റ്റേജിൽ ഇരുത്തിയിട്ട് പറയാ, ഞങ്ങളിത് പറയാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് തിരിയും.
ഓ തിരിഞ്ഞി, കുട്ടികൾക്ക് തിരിഞ്ഞി, നിന്റെ കഥയും കഴിഞ്ഞി. യഥാർത്ഥത്തിൽ കണ്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചുരുങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാൻ പ്രചരണം നടത്തി കോടിക്കണക്കിന് ഉറുപ്പിക സ്വീകരിച്ചു. വിവിധ കേരള മുസ്ലിങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ പള്ളി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ 90 വർഷം പിന്നിട്ടു. 100ാം വാർഷികം സമത്വ ആഘോഷിക്കുമ്പോ ആ 100ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ ഉമ്മാന്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഇനി വെല്ലുവിളിക്കാൻ തയ്യാറാണ്. കാന്തപുരം അടക്കം വന്നോളി, നിങ്ങൾ അടപ്പ് ഞാൻ ഊരിത്തരാം, അടപ്പ് ഞാൻ ഊരി. പക്ഷേ 8 മുമ്പും ഇപ്പോൾ ഉള്ളത് കാരന്തൂർ മർക്കസിലാണ്. കാരന്തൂർ ഇവിടെ ഇന്ത്യയുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഫാസിസ്റ്റുകൾ ശക്തമായി മുന്നേറുകയാണ്. അതോടൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ വിജയം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഐക്യവും ഒരുമയുമാണ്. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരാണെങ്കിലും അവരെ നമ്മൾ തിരിച്ചറിയണം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കേരള മുസ്ലിങ്ങൾക്ക് ആധികാരികമായി നേതൃത്വം കൊടുത്ത് അവർക്ക് മതബോധമുണ്ടാക്കി ആ മതബോധത്തിലൂടെ അവരെ പ്രബുദ്ധരാക്കിയ രാഷ്ട്രീയ സംവിധാനം, അതുപോലെ തന്നെ മതബോധത്തിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന മതസംവിധാനം, ഇതൊക്കെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. എല്ലാത്തിന്റെയും അടിത്തറ മതബോധമാണ്. ആ മതബോധത്തിൽ ഊന്നിയ രാഷ്ട്രീയ സംവിധാനമാണെങ്കിലും സാമൂഹ്യ സംവിധാനമാണെങ്കിലും മുസ്ലിം ഉമ്മത്തിനിടയിൽ വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ശരി, ഈ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് സമത്വയുടെ പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിച്ചെങ്കിൽ ആ ഒറ്റക്കെട്ടായ ഒരുമയോടെയുള്ള മുന്നേറ്റത്തെ പാരവെക്കാൻ ആര് ശ്രമിച്ചാലും അത് അപകടകരമായ പ്രവർത്തനമായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഐക്യത്തോടെ ഒരുമയോടെ ശത്രുവിന് വടികൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ലോക മുസ്ലിം ചരിത്രത്തിൽ നമ്മൾ ഭിന്നിച്ച് വിള്ളലുണ്ടാക്കിയപ്പോൾ അതിലൂടെ ശത്രു മുതലെടുത്ത ചരിത്രമുണ്ട്. അത് എ പി അബൂബക്കർ മുസ്ലിയാറും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ SYSൻ്റെ ഒക്കെ നേതാവായിരുന്നല്ലോ. പിളരുന്നതിന് മുമ്പ് 89 മുമ്പ് നമ്മളൊക്കെ നേതാവ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പലയിടത്തും കൂടിയിട്ടുണ്ട്. ഒരേ നിലപാടും ഒരേ ആദർശവും സുന്നത്ത് ജമാഅത്തിനെ കടുപ്പിച്ച് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ മേഖലയിൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആദ്യകാല സംഭാവനകളൊന്നും നമ്മൾ മറക്കുന്നില്ല. അതൊക്കെ അദ്ദേഹം കുറേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ഒരു അങ്ങനെയുള്ള ഒരു നേതൃ നിലപാടുണ്ടായത് തന്നെ. അതിലൊന്നും നമുക്ക് ഈ സൗകര്യങ്ങൾക്കൊക്കെ വിരുദ്ധമാവോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. പക്ഷേ അവസാനം എ പി ഉസ്താദ് പറഞ്ഞു, ഇപ്പം നിങ്ങൾ തന്നെ നിൽക്കണം. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ ഉയർച്ചയുടെയും അടിസ്ഥാനം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വരെ അത് പറഞ്ഞു എന്നാപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏൽക്കേണ്ടി വന്നു. എനിക്കാകെ ഉണ്ടായിരുന്നൊരു പേടി, ഞാൻ ചെയർമാനാണെന്ന് ഇവരൊക്കെ തീരുമാനിച്ചാലും ആളുകളുടെ സപ്പോർട്ട് കിട്ടുമെന്നായിരുന്നു. പക്ഷേ വല്ലാത്ത അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എ പി ഉസ്താദിൻ്റെ കറാമത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ, മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും, ഞാൻ അതിലിടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നാടിനും ദീനിനും സ്വന്തം ദുനിയാവിനും ആഖിറത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് എല്ലാതരം വ്യത്യാസങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ആ ദുആയിൽ ഒതുക്കുകയാണ്. അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കക്ഷി ചേരാൻ ഒരിക്കലും നേരത്തെ ആഗ്രഹിക്കാത്ത ആളാണ്. പ്രത്യേകിച്ച് ഹജ്ജ് ചെയർമാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഉണർത്തുകയാണ്. ഉമർ ഫൈസി ഉസ്താദ് അവർകൾ
എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം. കാരണം ഉമർ ഫൈസി ഉസ്താദ്, അമ്പലക്കടവ് ഉസ്താദ്, ബഹാവുദ്ദീൻ ഉസ്താദ്, പൂക്കോട്ടൂർ അബ്ദുസമദ് സാഹിബ്, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ, ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തുകയല്ല, ഒരു ഘട്ടത്തിൽ അവരൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസംഗ വിഷയമാക്കി നന്നായി സംസാരിച്ചവരാണ്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, മെമ്പറായപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച ആദ്യത്തെ ആൾ അബ്ദുസമദ് സാഹിബ് പൂക്കോട്ട്. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തിരഞ്ഞെടുക്കാൻ പോണ മീറ്റിങ്ങിലേക്ക് ഞാൻ കടക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു. വൈകുന്നേരം വിളിച്ചു, നാസർ ഫൈസി കൂടത്തായി വിളിച്ചു. അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിൽ അമ്പലക്കടവ് മെസ്സേജ് അയച്ചു. അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീർ MP സാഹിബും, അതുപോലെ തന്നെ നമ്മുടെ ചുള്ളിക്കോടൊക്കെയുള്ള MLA ആയ TV ഇബ്രാഹിം സാഹിബും, മറ്റ് ഒരുപാട്, ഞാനിതൊക്കെ അങ്ങനെ എണ്ണി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം വലിപ്പം പറയാണ്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ സന്തോഷം വരാനുള്ള കാരണം മാത്രമാണ് പറയണത്. ഇങ്ങനെ എന്നെ എതിർക്കും എന്ന് തോന്നിയവർ പോലും എല്ലാവിധ സപ്പോർട്ടും, ഫുൾ സപ്പോർട്ട് നൽകി. അസൂയാലുക്കൾ പടുത്തുയർത്തിയ ആരോപണങ്ങളുടെ വൻ മതിൽക്കെട്ടുകളെ ഈമാനാകുന്ന വജ്രായുധം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ആദർശ പടയോട്ട ഭൂമികയിലൂടെ കാലത്തിന്റെ കാവലാൾ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുന്നേറി ഇന്ത്യയുടെ ഇതിഹാസമായി, കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടത്തിനു മുന്നിൽ കിടന്നോ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗം ഇന്ന് നെട്ടോട്ടമോടുകയാണ്. സമസ്തയുടെ പവിത്രമായ ആദർശത്തെ വലിച്ചെറിഞ്ഞോ വഹാബിസത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന വിഘടിത വിഭാഗത്തിന്റെ അണിയറയിലെ കാന്തപുരമെന്നുള്ള പേരഭിമാനമേ, കണ്ടു കൊതി തീരാത്ത അജബിൻ താരമേ, കാത്തുവെക്കണമേറെ കാലം റാഹിമേ. നോവതത്ര സഹിച്ചതാണ് ശൈഖുനാ, ത്യാഗവഴിയിൽ പഴി പറഞ്ഞവരെത്രയാ, കാലമെന്നും ഓർത്തിടും പ്രിയനാമമേ, കാന്തപുരമെന്നുള്ള പേരഭിമാനമേ, കണ്ടു കൊതി തീരാത്ത അജബിൻ താരമേ, കാത്തുവെക്കണമേറെ കാലം റാഹിമേ.